നമസ്കാരം. അതെ, രാം നാരായൺ ഭയ്യാലിയെ തല്ലിക്കൊന്നത് സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയമാണ്. ലളിതയുടെയും ഭർത്താവിനെ തല്ലിക്കൊന്നത് സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയമാണ്. അനുജിന്റെ അച്ഛനെ ആൾക്കൂട്ടാക്രമണത്തിലൂടെ തല്ലിക്കൊന്നതും സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയമാണ്. ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ ആളുള്ള ഈ നാട്ടിൽ ഒരു മനുഷ്യനെ കൊന്നാൽ ആരെങ്കിലും ഒക്കെ ചോദിക്കാനില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ മനുഷ്യരാണെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് മനുഷ്യരെ? ജീവനറ്റ രാം നാരായൺ ഭയ്യാലിയുടെ മൃതദേഹം നോക്കി ചങ്കു പൊട്ടിക്കരയുന്ന ഭാര്യ ലളിതയുടെയും അച്ഛന്റെ ജീവനറ്റ ശരീരം നോക്കി എന്താണമ്മേ അച്ഛൻ വിളി കേൾക്കാത്തതെന്ന് നിറ കണ്ണുകളോടെ ചോദിക്കുന്ന അനുജിന്റെ ചിത്രവും കണ്ടിട്ടും സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കാൻ ഒരാളുടെയും നാവ് പൊങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ കാര്യമായിട്ടുള്ള കുഴപ്പമുണ്ട്. നിങ്ങളിലെ മനുഷ്യത്വം എവിടെയോ മരവിച്ചു പോയിരിക്കുന്നു എന്നത് തന്നെയാണ്. പക്ഷേ സർക്കാരുണ്ടല്ലോ, പിണറായി സർക്കാർ, ദാ ഇവിടെ അങ്ങേരെ ഒന്ന് നോക്കി വെച്ചോ. അക്രമികളായ BJP-ക്കാരെ എന്ത് ചെയ്തെന്നും രാം നാരായണന്റെ വിഷയത്തിൽ ഈ സർക്കാർ എന്ത് നിലപാട് സ്വീകരിച്ചെന്നും ഒന്ന് നോക്കിക്കണ്ടോ. എന്നിട്ടും നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലെങ്കിൽ ഒരു കഥ പറയാം. കുറെ BJP-ക്കാർ കൂടി ആൾക്കൂട്ട ആക്രമണത്തിൽ തല്ലിക്കൊന്ന രാം നാരായൺ ഭയ്യാലിന്റെ കഥ, വാളയാർ അട്ടപ്പള്ളത്ത് ആൾക്കൂട്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഛത്തീസ്ഗഡ് സ്വദേശിയുടെ കഥ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, എക്സ് ഇതിലൊന്നും നീതിക്ക് വേണ്ടി ഹാഷ്ടാഗുകൾ ഉയരാതെ പോയ ഒരു പാവം മനുഷ്യന്റെ കഥ, നിശബ്ദത നടിച്ച് കോട്ടിട്ട മാധ്യമ ജഡ്ജിമാർ അന്തിച്ചർച്ചകളിൽ വിഴുങ്ങിയ രാം നാരായണിന്റെ കഥ, മനുഷ്യന്റെ രാഷ്ട്രീയം മനുഷ്യത്വമാണെന്ന് കാണിച്ചു കൊടുത്ത ഒരു സർക്കാരിന്റെ കഥ. അപ്പോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. ഡിസംബർ 17 ബുധനാഴ്ചയാണ് വാളയാർ അട്ടപ്പള്ളത്ത് ഒരു ആൾക്കൂട്ട ആക്രമണം ഉണ്ടാകുന്നത്. വംശീയ വിരോധത്തിന്റെ പേരിൽ ഒരു പറ്റം സംഘപരിവാരങ്ങൾ ഛത്തീസ്ഗഡ് ബിലാസ്പൂർ സ്വദേശിയായിട്ടുള്ള രാം നാരായൺ ഭയ്യാലിനെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഭാര്യയോടും മക്കളോടും യാത്ര പറഞ്ഞ് കളിയും ചിരിയുമായി വീട് വിട്ട് കേരളത്തിലേക്ക് വണ്ടി കയറിയ ആ പാവം മനുഷ്യനെ ഒരു പറ്റം BJP-ക്കാർ കൂടി തല്ലിക്കൊല്ലുകയായിരുന്നു. അതിനിടയിൽ അയാൾ ഉച്ചത്തിൽ വേദന കൊണ്ട് പുളയുമ്പോഴും ഇങ്ങനെ പറഞ്ഞിരുന്നു: സഹോദരിയെ തേടി വന്നതാണ് ഭായ്, എന്നെ ഒന്നും ചെയ്യരുത്, ഒരു ജോലി തേടി വന്നതാണ് ഭായ്, ഭാര്യയും മക്കളും ഉണ്ട് ഭായ് നാട്ടിൽ. പക്ഷേ ആ നരഭോജികൾ അതൊന്നും കേട്ടില്ല. ഹിന്ദി അറിയാമായിരുന്നിട്ടും അക്രമികൾ ഭയാൽ പറയുന്നത് ചെവിക്കൊണ്ടില്ല. അയാളെ തല്ലിച്ചതച്ചു. ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി വന്നതല്ലേ എന്ന് ചോദിച്ചായിരുന്നു ഛത്തീസ്ഗഡ് സ്വദേശിയായ ഇന്ത്യക്കാരനായ, നമ്മളിൽ ഒരാളായ ഇന്ത്യക്കാരനെ ആ സംഘപരിവാർ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ പ്രചാരകർ തല്ലിക്കൊന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്ത സർജൻ ഡോക്ടർ ഹിതേഷ് ശങ്കർ എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ? ശരീരത്തിൽ എല്ലായിടത്തും ഭയ്യാലിന് അടിയേറ്റിരുന്നുവെന്നും അതിക്രൂരമായ മർദ്ദനമാണ് അയാൾ നേരിട്ടതെന്നുമാണ്. വീഡിയോ അതിനുശേഷം വ്യാപകമായി പ്രചരിച്ചെങ്കിലും ആരും ഈ സമയം വരെ ഒരു അക്ഷരം വേണ്ടി കേട്ടേയില്ല. പ്രതികൾ BJP-ക്കാർ ആയതുകൊണ്ടാകാം നമ്മുടെ മാധ്യമങ്ങൾ അത് വിഴുങ്ങിയത്. കൊല്ലപ്പെട്ടയാൾ അതിഥി തൊഴിലാളി ആയതുകൊണ്ടാകാം, വേണ്ടത്ര റേറ്റിംഗ് കിട്ടില്ല എന്നതുകൊണ്ടാകാം ഒരു പട്ടിയെ തല്ലിക്കൊന്ന വാർത്തയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം പോലും പല പ്രമുഖ മാധ്യമങ്ങളും കൊടുത്തില്ല. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, എക്സ് തുടങ്ങിയവയിലൊക്കെ നീതിക്ക് വേണ്ടി വാദിക്കുന്നവരുടെ വിരലുകൾ ഭയ്യാലിന് വേണ്ടി ചലിച്ച് നമ്മൾ കണ്ടേയില്ല. ആരൊക്കെ മിണ്ടിയാലും ഇല്ലെങ്കിലും രാം നാരായൺ ഭയ്യാലിന് വേണ്ടി, അയാളുടെ കുടുംബത്തിന് വേണ്ടി നീതി നടപ്പാക്കാൻ അയാൾ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതെ, നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി പുറത്തു വന്നപ്പോൾ അപ്പീലിന് പോയ ഒരു സർക്കാർ, അവൾക്കൊപ്പം എന്ന് ഒരു മടിയും കൂടാതെ ആവർത്തിക്കുന്ന സർക്കാർ പിണറായി വിജയൻ സർക്കാർ. ഇവിടെ ഒരു സർക്കാർ ഉണ്ടെന്നും മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളതെന്നും ദാ വീണ്ടും കാണിച്ചു കൊടുത്തിട്ടുണ്ട് പിണറായി വിജയൻ. കേരള പോലീസിന്റെ ആഭ്യന്തര വകുപ്പിന്റെ നട്ടെല്ല് ഒരു മാരാർജി ഭവനിലും പണയം വെച്ചിട്ടില്ലെന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് പിണറായി വിജയൻ. കേസിൽ 4 BJP പ്രവർത്തകർ ഉൾപ്പെടെ 5 പേരെയും പിണറായി വിജയന്റെ പോലീസ് പിടികൂടിയത് മണിക്കൂറുകൾക്കകം തന്നെയാണ്. കിഴക്കേ അട്ടപ്പാലം സ്വദേശി അനന്തൻ, BJP RSS പ്രവർത്തകനായിട്ടുള്ള A അനു, C പ്രസാദ്, C മുരളി, K ബിപിൻ എന്നിവരെയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ പിണറായി വിജയന്റെ പരിശ്രമത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ മുരളിയും അനുവും 15 വർഷം മുമ്പ് അട്ടപ്പള്ളത്ത് CITU പ്രവർത്തകൻ സ്റ്റീഫനെയും DFI പ്രവർത്തകൻ വിനോദിനെയും വെട്ടിയ കേസിലെ പ്രതികളാണെന്നുള്ള വിവരം കൂടി പുറത്തു വരികയാണ്. ഇവരെ അറസ്റ്റ് ചെയ്യുമ്പോഴും നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇതൊരു വാർത്തയേ അല്ല. നമ്മുടെ മാധ്യമങ്ങൾ ഇതറിഞ്ഞ മട്ടുമില്ല. പക്ഷേ ഒരു കാര്യം പറയാതെ വയ്യ, ഞാനൊരു പാർട്ടി മെമ്പർ ഒന്നും അല്ല കേട്ടോ, പക്ഷേ ഈ സർക്കാർ ഒരു കരുതലാണ്, ചിലർക്കൊരു പ്രതീക്ഷയുമാണ്. കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് ആവർത്തിച്ച് പറയുന്നു. കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയുകയില്ല. ദാ എല്ലാം നഷ്ടപ്പെട്ട ഈ സ്ത്രീയുടെയും മകന്റെയും നിൽപ്പ് നിങ്ങൾ കണ്ടോ? നിസ്സഹായരായി. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത രാം നാരായൺ ഭയ്യാലിനെ നോക്കി അയാളുടെ ഭാര്യയും മകനും ചങ്കുപൊട്ടി കരയുന്ന കരച്ചിൽ മനസ്സിൽ നിന്നും മായുന്നില്ല. ആ അമ്മയും മകനും പൊഴിച്ച കണ്ണുനീരിന്റെ തുള്ളിക്ക് ഒന്നും കൊടുത്താലും പകരമാകില്ല എന്നറിയാം. ദരിദ്ര കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന രാം നാരായൺ കൂലിപ്പണി എടുക്കാൻ വേണ്ടിയാണ് കേരളത്തിലേക്ക് വണ്ടി കയറിയത്. നല്ലൊരു വീട്, മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം കൊടുക്കണം, അങ്ങനെ എത്ര ആഗ്രഹങ്ങളുമായാകും അയാൾ സ്വന്തം ഭാര്യയും മക്കളെയും ഒക്കെ വിട്ട് ഇങ്ങോട്ടേക്ക് വണ്ടി കയറിയിട്ടുണ്ടാവുക. എന്തായാലും അക്രമികൾക്കെതിരെ ആൾക്കൂട്ടാക്രമണ കൊലപാതക കുറ്റം ചുമത്തിയും ST/SC സംരക്ഷണ നിയമപ്രകാരവും ഒക്കെ കേസെടുത്തിട്ടുണ്ട്. ഇത് ഇത്തരം സംഘപരിവാർ വിദ്വേഷ രാഷ്ട്രീയ പ്രചാരകർക്കുള്ള ശക്തമായ താക്കീത് കൂടിയായി മാറട്ടെ. ഈ വിഷയത്തിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്
പുറപ്പെടുവിച്ച ഒരു പത്ര പ്രസ്താവന കൂടിയുണ്ട്. അത് ഇങ്ങനെയാണ് അതിൽ പറയുന്നത്: പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ട മർദ്ദനത്തെ തുടർന്ന് കൊല്ലപ്പെട്ട രാം നാരായൺ ഭയ്യാലിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കും, പ്രതികൾക്കെതിരെ കർശന നടപടിയെടുക്കും. പാലക്കാട് SP-യുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. കേസിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നിയമ നടപടികൾ കൈക്കൊള്ളാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർക്കാർ പരിശോധിച്ച് ഉചിതമായ നഷ്ടപരിഹാരം ഉറപ്പാക്കും. കേരളം പോലുള്ള പരിഷ്കൃത സമൂഹത്തിന്റെ യശസ്സിന് കളങ്കമുണ്ടാക്കുന്ന ഇത്തരം പ്രവർത്തികൾ ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എല്ലാവരും ജാഗ്രത കാണിക്കണം എന്നൊക്കെയാണ് മുഖ്യമന്ത്രി ആ പത്രക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. BJPക്ക് ഒരു MP യും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഒരു അനക്കവും ഒക്കെ വെച്ചപ്പോഴേ ഇതാണ് കേരളത്തിന്റെ അവസ്ഥ. മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരു നാട്ടിലാണ് കേട്ടുകേൾവിയില്ലാത്ത ഇതൊക്കെ നടക്കുന്നത് എന്നത് ഒരു മലയാളി എന്ന നിലയിൽ ഏറെ സങ്കടം ജനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണെന്ന് പറയാതെ വയ്യ. ഇത് കേരളമാണെന്ന് വീണ്ടും വീണ്ടും ചിലരെയൊക്കെ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നതും ദൗർഭാഗ്യകരമാണെന്ന് പറഞ്ഞു വെക്കട്ടെ. വിശപ്പകറ്റാൻ ഒരു കഷ്ണം ബ്രെഡ് യാചിച്ച മധു എന്ന് പറയുന്ന ആദിവാസി യുവാവിനെ മോഷണക്കുറ്റം ആരോപിച്ച് തല്ലിക്കൊന്ന ശേഷം സെൽഫി എടുത്ത് ആനന്ദിച്ചവരും രാം നാരായണനെ തല്ലിക്കൊന്ന് ആനന്ദം കണ്ടെത്തിയവരും ദൈവത്തിന്റെ നാട്ടിലെ ചെകുത്താന്മാരാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവർ രണ്ടല്ല ഒന്നാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.